നമ്മുടെ ഹീറോയിൻ ഷുയി ചൈനയിലെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ മാഗസിൻ ജേർണലിസ്റ്റാണ്. ഫിനാൻഷ്യൽ മാഗസിൻ ആയതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരുമായിട്ടാണ് അവരുടെ കൂടുതൽ ഡീലിങ്സും. ഇപ്പോൾ അവിടുത്തെ ഒരു പ്രമുഖ ബിസിനസ്മാനായ ഷിയാനെ ഇൻ്റർവ്യൂ ചെയ്യാൻ അവരുടെ കമ്പനിക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അയാൾ ബിസിനസ്സിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർവ്യൂ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻ്റർവ്യൂ നടത്താനുള്ള ചാൻസും ആദ്യം കിട്ടുന്നത് ഷുയിക്കാണ്. പക്ഷേ കമ്പനിയിലെ അവളുടെ കോർഡിനേറ്ററായ യുലിങ് സ്വാധീനം ഉപയോഗിച്ച് ആ ചാൻസ് അവളിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുകയാണ്. മാഗസിൻ്റെ ഫ്രണ്ട് ലൈനിൽ തന്നെ വരാൻ പോകുന്ന മെയിൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നതിൻ്റെ അഹങ്കാരത്തിലാണ് യുലിങ്. ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് അവളാണെങ്കിലും ഷുയി ഇതുവരെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അവൾ ഷിയാനെ ഇൻ്റർവ്യൂ ചെയ്യാനായി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും നിനക്ക് ചാൻസ് കിട്ടാൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഇതിന് പുറകെ വെറുതെ സമയം കളയുന്നതെന്ന് അവളുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവസരം കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ ചിലപ്പോൾ ചാൻസ് കിട്ടിയേക്കാം. എന്തായാലും ഇത് പഠിച്ചു വെക്കുന്നത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞ് അവൾ പിന്നെയും ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുകയാണ്. ഇവർ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ബിസിനസ്മാനാണ് നമ്മുടെ ഹീറോ. ഇപ്പോൾ ചൈനയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാരിൽ മുൻപന്തിയിലാണ് അവൻ. ഈ മാഗസീനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അവൻ്റെ അസിസ്റ്റൻ്റ് അവനെ ഓർമ്മിപ്പിക്കുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിൻ്റെ പേര് കേട്ടപ്പോൾ അവൾക്ക് ഇൻ്റർവ്യൂ നൽകാൻ താല്പര്യമില്ല. ഷുയി തന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. മാഗസിൻ്റെ ചീഫ് എഡിറ്ററാണ് യുലിങ്ങിനെ റെക്കമെൻഡ് ചെയ്തത് എന്ന് അസിസ്റ്റൻ്റ് അറിയിച്ചപ്പോൾ വെറുതെ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം നൽകാനാണെങ്കിൽ നേരിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, മെയിൽ അയച്ച് മറുപടി നൽകിയാൽ പോരെ. ഒരു ഇൻ്റർവ്യൂ ആകുമ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം നടക്കുന്നത്. ഷുയി മുമ്പ് എഴുതിയ ആർട്ടിക്കിളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അവളെ തന്നെ മതിയെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അവിടെ വിളിച്ചത് ചേഞ്ച് ചെയ്യാൻ അവൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൻ്റെ അസിസ്റ്റൻ്റ് കമ്പനിയിൽ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിനെ മാറ്റുന്നു. വിവരം പറയാൻ ചീഫ് എഡിറ്റർ ഷുയിയെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. ഷുയിക്ക് അവരുടെ അടുത്ത് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ഷിയാനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റാതെ പോയതിൽ സമാധാനിപ്പിക്കാൻ ആയിരിക്കും തന്നെ വിളിപ്പിച്ചതെന്ന് കരുതി എനിക്ക് ചെറിയ നിരാശ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ഇൻ്റർവ്യൂവിന് പോകാത്തത് കൊണ്ട് എനിക്ക് അവൻ്റെ ഒപ്പം ബർത്ത്ഡേ ആഘോഷിക്കാം. ആ രീതിയിൽ ഞാനങ്ങ് സമാധാനിച്ചോളാം എന്നൊക്കെ അവൾ പറയുന്നു. അത് ശരി, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ ഷിയാൻ ഇൻ്റർവ്യൂ ചെയ്യാനായി നിന്നെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് അതിന് പോകാൻ സമയമുണ്ടാകുമോ എന്ന് കുറച്ച് കളിയാക്കുന്ന രീതിയിൽ ചീഫ് ചോദിക്കുന്നു. അവൻ തന്നെ സെലക്ട് ചെയ്തതെന്ന് കേട്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നു. എനിക്കൊരു തിരക്കമില്ല, പോകാൻ ഒരുപാട് സമയമുണ്ട് എന്നവൾ പെട്ടെന്ന് തന്നെ പറയുന്നു. അവൾ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ബോയ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയുടെ കാര്യമൊന്നും ചീഫ് ചോദിക്കുന്നുണ്ട്. ബർത്ത്ഡേ എല്ലാ വർഷവും ഉണ്ടല്ലോ, അടുത്ത വർഷം വേണമെങ്കിലും ആഘോഷിക്കാം. പക്ഷേ ഈ ഇൻ്റർവ്യൂ ഇന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, ഇൻ്റർവ്യൂ നേരത്തെ കഴിയുകയാണെങ്കിൽ എനിക്ക് 12 മണിക്ക് മുമ്പ് ചിലപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ കുറച്ച് സമയം കിട്ടിയേക്കും എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തോടെ പുറത്തേക്ക് പോകുന്നു. ഇൻ്റർവ്യൂ റീഅറേഞ്ച് ചെയ്ത കാര്യം അസിസ്റ്റൻ്റ് ഷിയാനെ അറിയിക്കുന്നു. അവൻ്റെ അന്നത്തെ ഷെഡ്യൂൾ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം അറേഞ്ച് ചെയ്തിരുന്ന ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് രാവിലത്തേക്കാക്കിയെന്ന് അവൻ അറിയുന്നത്. അവനറിയാതെയാണ് അവൻ്റെ കമ്പനിയുള്ള ആരോ ഈ അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ നീസിനെ പിക്ക് ചെയ്യാനായി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. അവർ പോയി അവളെ പിക്ക് ചെയ്ത് വീട്ടിലെത്തിക്കാൻ നിർദ്ദേശിച്ചിട്ട് കമ്പനിയിലേക്ക് തിരികെ പോകാൻ വേണ്ടി അവൻ വഴിയിൽ ഇറങ്ങുന്നുണ്ട്. അവൻ്റെ കാർ വളരെ വില കൂടിയതാണ്, അതിൻ്റെ നമ്പറും വളരെ സ്പെഷ്യലാണ്. 6 റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഷുയി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചാൻസ് തിരികെ കിട്ടിയതറിഞ്ഞപ്പോൾ അവളുടെ ഫ്രണ്ട് അഭിനന്ദിക്കുന്നുണ്ട്. ഷുയിക്ക് ജോലി തിരക്കുകൾക്കിടയിലുള്ള ശ്രദ്ധയില്ലായ്മ കാരണം വയറിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും അവൾക്ക് ചെറിയ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അവളത് അത്ര കാര്യമാക്കുന്നില്ല. അവളുടെ ഫ്രണ്ട് ഷിയാനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവളുമായി ഷെയർ ചെയ്യുന്നു. ഷിയാൻ്റെ അച്ഛൻ അവിടുത്തെ വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി വളരെ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് അവൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാതെ കമ്പനി വിട്ടുപോയി പുതിയൊരു കമ്പനി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ അവന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അവനങ്ങനെ അച്ഛൻ്റെ കമ്പനി വിട്ടു പോയ സമയത്ത് അവൻ്റെ ഗേൾഫ്രണ്ടായിരുന്ന ആക്ട്രസ് ബീലിൻ അവനെ ഉപേക്ഷിച്ച് പോയി. അങ്ങനെ വളരെ മോശം സിറ്റുവേഷനിലൂടെയൊക്കെ അവൻ കടന്നു പോയിട്ടുണ്ട്. അത്ര വലിയൊരു കമ്പനി വിട്ടിറങ്ങിയപ്പോൾ അവൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ അവൻ്റെ ആ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് ഫ്രണ്ട് പറയുന്നു. പക്ഷേ ഷുയിയുടെ അഭിപ്രായത്തിൽ അവൻ നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണ്. അല്ലെങ്കിൽ ഇത്ര റിസ്ക് എടുത്തൊരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാകില്ല എന്നാണ് അവനോട് പറഞ്ഞത്. ഷിയാൻ ഈ സമയം കമ്പനിയിൽ എത്തിയിരുന്നു. അവിടെ അവൻ മീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന 2 കമ്പനികളുടെ ആളുകൾ എത്തിയിട്ടുണ്ട്. അവനറിയാതെ അവർ രണ്ടുപേരുമായിട്ടുള്ള മീറ്റിംഗ് ആരോ ഇടപെട്ട് നേരത്തെ ആക്കിയതാണ്. ആ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് 2 ഡ്രിങ്ക്സ് എടുത്ത് കൊണ്ടുവരാൻ അവൻ സ്റ്റാഫിനോട് പറയുന്നു. ഷുയി അവൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ അവൻ്റെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഇൻ്റർനെറ്റ് മുഴുവൻ തരുന്നുണ്ടെങ്കിലും മുഖം വ്യക്തമായി കാണാവുന്ന ഫോട്ടോസൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അവനെക്കുറിച്ചുള്ള ഫോട്ടോസോ ഇൻ്റർവ്യൂസോ ഒന്നും ഇൻ്റർനെറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഈ മാഗസിൻ ഇൻ്റർവ്യൂവിൻ്റെ കൂടെ തന്നെ അവൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഉൾപ്പെടുത്തി അവരുടെ ഡിജിറ്റൽ മാഗസിനിൽ അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഡിജിറ്റൽ മാഗസിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ചിലവുള്ള കാര്യമായതുകൊണ്ട് എഡിറ്ററുടെ ഭാഗത്തു നിന്നും സപ്പോർട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് അവളുടെ ഫ്രണ്ട് ഓർപ്പിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അവൾക്ക് നല്ല ഐഡിയ ഉണ്ട്. ചീഫിനെ കൺവിൻസ് ചെയ്ത് അതിനുള്ള പെർമിഷൻ വാങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ. ഷിയാൻ ഈ സമയം കോൺഫറൻസ് റൂമിനുള്ളിലേക്ക് കയറി ചെന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്ന 2 കമ്പനികളുടെ പ്രതിനിധികളിൽ ഒരാൾക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സിൽ നിന്ന് ഒരെണ്ണം നൽകിയിട്ട് അയാളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് സ്റ്റാഫിനൊപ്പം പുറത്തേക്ക് അയക്കുന്നു. അതിനുശേഷം അവൻ മറ്റേ കമ്പനിയുടെ ആളുമായി സംസാരിക്കുന്നു. ഇതിലുള്ള ബിസിനസ് ടോക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുന്നതിനാൽ നമുക്കത്ര ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയണ്ട, സംഭവം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഷിയാൻ പുതുതായി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ 2 പേരും വന്നിരിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ മുന്നിലിരിക്കുന്ന കമ്പനി അവൻ്റെ അച്ഛൻ വർഷങ്ങളായി ബിസിനസ് നടത്തുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ബിസിനസ് തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ട്. കുറച്ച് മുമ്പ് അവൻ പുറത്തേക്ക് പറഞ്ഞു വെച്ചത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. പറയത്തക്ക എക്സ്പീരിയൻസ് ഒന്നും അവർക്കില്ല. പക്ഷേ അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ വളരെ താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവൻ താല്പര്യം. അവനിങ്ങനെ ഇടപെട്ട് ബിസിനസ് തങ്ങളുടെ ആളുകളിൽ നിന്ന് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് അവനറിയാതെ ഈ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. തീരെ പ്രതീക്ഷിക്കാതെ അവൻ വന്നത് കാരണം അവർക്കിപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. അവൻ്റെ അച്ഛനുമായുള്ള ബന്ധത്തെക്കുറിച്ചും തങ്ങളുടെ വർഷങ്ങളായുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചും ഒക്കെ മുന്നിലിരിക്കുന്ന ആൾ അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും
അതൊന്നും ഇപ്പോൾ പ്രധാനമല്ല, ഭാവിയിൽ അവർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന പ്ലാനാണ് എനിക്ക് അറിയേണ്ടത് എന്നവൻ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അവനോട് ദേഷ്യപ്പെട്ട അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതിനുശേഷം അവൻ മറ്റേ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഷെന്നുമായി മീറ്റ് ചെയ്ത് അവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യത്തെക്കുറിച്ച് അറിയിക്കുന്നു. പക്ഷേ അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ അവർ റെഡിയാക്കണം എന്നവൻ സജസ്റ്റ് ചെയ്യുന്നു. അവർക്ക് കുറച്ച് ഫണ്ട് ഇഷ്യൂസ് ഉണ്ട്, അത് മാനേജ് ചെയ്യാൻ പറ്റിയാൽ ഉടനെ തന്നെ കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയത്. രഹസ്യമായി മീറ്റിംഗ് അറേഞ്ച് ചെയ്ത അവൻ്റെ കമ്പനിയുടെ ആൾ അതിനുശേഷം അവനെ കാണുന്നുണ്ട്. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവൻ്റെ അച്ഛനും അളിയനുമൊക്കെ താല്പര്യം. അതുകൊണ്ട് അവൻ്റെ സ്വന്തം താല്പര്യത്തിന് ഇവർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ബോർഡംഗങ്ങളെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അയാൾ മുന്നറിയിപ്പ് നൽകുന്നു. അവൻ പക്ഷേ തന്നെ അറിയിക്കാതെ മീറ്റിംഗ് റീഅറേഞ്ച് ചെയ്തതിന് അയാളെ വഴക്ക് പറയുന്നുണ്ട്. മാത്രമല്ല ഫാമിലി കളക്ഷനും പാരമ്പര്യമൊന്നും നോക്കിയല്ല പുതിയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഫ്യൂച്ചർ ബിസിനസ് പ്ലാനിൻ്റെ ഡിപ്പെൻഡ് ചെയ്താണ് എന്നവൻ തീർത്ത് പറയുന്നു. അതൊക്കെ കഴിഞ്ഞ് അവൻ ഓഫീസിലേക്ക് ചെന്നപ്പോഴേക്കും അവൻ്റെ അസിസ്റ്റൻറ്റ് നീസിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരികെ എത്തിയിരുന്നു. പിക്ക് ചെയ്യാനായി അവൻ നേരിട്ട് ചെല്ലാത്തതില്ല അവൾ അവനെ വിളിച്ച് പരാതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട് ഗുവാൻ അന്ന് രാത്രി ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് പ്രധാനപ്പെട്ട ഒരാളെ അവൻ പരിചയപ്പെടുത്താനുണ്ട്, അതുകൊണ്ട് ഉറപ്പായും പങ്കെടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു എന്ന് അസിസ്റ്റന്റ് അറിയിച്ചത്. ഡിന്നറിന് വരാൻ പോകുന്ന ഗസ്റ്റിന്റെ ഡീറ്റെയിൽസ് അവൻ ഉടനെ തന്നെ ചെക്ക് ചെയ്തു. എന്ന ആളുടെ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ ഡിന്നർ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണെന്ന് അവൻ അറിയിക്കുന്നു. വൈകിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇന്റർവ്യൂ മറ്റൊരു ദിവസത്തേക്ക് റീഷെഡ്യൂൾ ചെയ്യാനും അവൻ നിർദ്ദേശിക്കുന്നു. ഈ സമയം അവളുടെ ബോയ്ഫ്രണ്ടിനെ വിളിച്ച് അവസാന നിമിഷം ഇന്റർവ്യൂ ചാൻസ് കിട്ടിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അവൻ്റെ ബർത്ത്ഡേക്ക് പങ്കെടുക്കാൻ പറ്റാത്ത എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് റെഡിയാക്കിയിരുന്നു. ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും അവളെ പിക്ക് ചെയ്യാൻ ചെല്ലാം, അതിനുശേഷം ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. അവൻ കാര്യം മനസ്സിലാക്കി തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അവൾക്ക് സന്തോഷമാണ്. പക്ഷേ അവളുടെ ബോയ്ഫ്രണ്ട് കുറച്ചധികം മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. എൻ്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നെങ്കിൽ എത്രയ്ക്കാണെങ്കിലും എന്നോട് ഇപ്പോൾ പിണങ്ങിനെ എന്ന് അവളുടെ ഫ്രണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഷിയാൻ്റെ അസിസ്റ്റന്റ് അവളെ വിളിച്ചിട്ട് അന്ന് ഇന്റർവ്യൂ നടത്താൻ പറ്റില്ല, അവനെ സൗകര്യമുള്ള മറ്റൊരു ദിവസം റെഡിയാക്കി അറിയിക്കാമെന്ന് പറഞ്ഞത്. അടുത്ത ആഴ്ചത്തേക്കായിരിക്കും മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഈ ആഴ്ച തന്നെ ഇന്റർവ്യൂ നടത്തേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ മാഗസിൻ്റെ അടുത്ത ലക്കത്തിന് കവർ സ്റ്റോറി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്ന് രാത്രിയോ അടുത്ത 2 ദിവസത്തിനുള്ളിലോ എങ്ങനെയെങ്കിലും കുറച്ച് ടൈം കണ്ടെത്താൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ അടുത്ത ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റാണ്, ഒട്ടും ടൈം കിട്ടില്ല, വെയിറ്റ് ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് വെക്കുന്നു. ഷീ അങ്ങനെ അങ്ങ് പിന്മാറാൻ തയ്യാറില്ലായിരുന്നു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വഴി ഷിയാൻ അന്ന് രാത്രി എവിടെ ആയിരിക്കുമെന്ന് അറിയാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അവൾ ശ്രമിച്ച് നോക്കുന്നു. ഷിയാനെ കുറിച്ച് അറിയില്ലെങ്കിലും അവൻ്റെ ഫ്രണ്ടായ ഗുവാൻജിയുമായി അവൾക്ക് പരിചയമുണ്ട്. അവനന്ന് രാത്രി ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തതിനെക്കുറിച്ച് അവളും പറഞ്ഞിരുന്നു. ഷിയാൻ അവിടെ തന്നെ ആയിരിക്കും പോകാൻ സാധ്യത എന്ന് പറഞ്ഞ് പാർട്ടി എവിടെയാണ് നടക്കുന്നതെന്ന് അവൾ പറഞ്ഞു കൊടുക്കുന്നു. രാത്രി അവിടെ പോയി ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ തന്നെ ഷീ തീരുമാനിക്കുന്നു. അങ്ങനെ വൈകിട്ട് അവൾ ഡിന്നർ പാർട്ടി നടക്കുന്നിടത്ത് എത്തുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവൾ അവൻ്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവിടെ എത്തിയിട്ടുള്ള വിവരം അറിയിക്കുന്നു. കുറച്ച് സമയമെങ്കിലും എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവളോട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ അവളെ കാണുന്നു. എന്തായാലും ഇവിടെ അവർ വന്നതല്ലേ, കുറച്ച് സമയം അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, സാധ്യത കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വെക്കുന്നു. അങ്ങനെ അവൾ അവിടെ വെയിറ്റ് ചെയ്യാനായി അകത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ കുറച്ചുപേർ വിദേശത്ത് നിന്ന് പുതുതായി എത്തിയിരിക്കുന്ന ചെറുപ്പക്കാരനായ ഫിനാൻഷ്യൽ പ്രൊഫസർ യുവിനെ കുറിച്ചും അവനെ അവിടെ എത്തിച്ചിരിക്കുന്ന ഗുവാനജിയെക്കുറിച്ചും ഷിയാനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന അവൾ കേൾക്കാനിടയാക്കുന്നു. ഡിന്നർ ഹാളിനുള്ളിൽ നിൽക്കുന്ന യുവിനെ അവൾ ചെറുതായിട്ടൊന്ന് കാണുകയും ചെയ്യുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് അവളുടെ വയറിന് ചെറിയ വേദന അനുഭവപ്പെടുന്നുണ്ട്. അവൾ അവിടെ എത്തിയിട്ടുള്ള വിവരം ഈ സമയം അസിസ്റ്റന്റ് ഷിയാനെ അറിയിച്ചിരുന്നു. എന്തായാലും അന്ന് രാത്രി മീറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അവൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കഴിക്കാൻ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് തിരികെ പോകാൻ ഒരു ടാക്സി റെഡിയാക്കി കൊടുക്കാൻ അവൻ നിർദ്ദേശിക്കുന്നു. ഷീ അവിടെ നിന്ന് യുവിനെ കുറിച്ച് നെറ്റിൽ നോക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ കണ്ട് അവൾ ശരിക്കും ഇംപ്രസ്ഡ് ആകുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അത്രയൊക്കെ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് അവൾക്ക് വീണ്ടും വയറുവേദന അനുഭവപ്പെട്ടത്. കയ്യിൽ തന്നെ മരുന്നുണ്ടായിരുന്നതിനാൽ അവൾ അത് കഴിക്കാൻ എടുക്കുന്നു. പക്ഷേ മുന്നിലിരുന്ന ഗ്ലാസ്സിൽ വെള്ളമില്ലാത്തതിനാൽ അവൾ വെള്ളം എടുക്കാനായി എഴുന്നേറ്റപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവുമായി യുയോ അവളുടെ മുന്നിലെത്തുന്നു. അവൾ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. വെള്ളം നൽകിയിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അങ്ങോട്ടേക്ക് കയറി പരിചയപ്പെടുന്നു. അവൻ്റെ കുറേ പേപ്പറുകളൊക്കെ വായിച്ചിട്ടുള്ളതിനാൽ അവൾക്ക് അവനെക്കുറിച്ച് നല്ല പരിചയമുണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് വെച്ചാണ് അവൾ സംസാരിക്കുന്നത്. അവൻ്റെ നമ്പർ അവൾ ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ അവൻ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഷിയാൻ പാർട്ടി ഹാളിലേക്ക് വന്നത്. അവളാണ് ഷുയി എന്ന അസിസ്റ്റന്റ് അവന് പറഞ്ഞു കൊടുക്കുന്നു. അവൻ ആദ്യമായിട്ടാണ് അവളെ കാണുന്നത്. മുമ്പൊരു തവണ അവൾ ജേർണലിസം അവാർഡ് കിട്ടിയ സമയത്ത് ആ വേദിയിൽ അവനും ഉണ്ടായിരുന്നു. പക്ഷേ അവാർഡ് നൽകാനായി അവളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതിന് കുറച്ച് മുമ്പ് അവൻ്റെ ഒരു കോൾ വന്ന് എഴുന്നേറ്റ് പോകുന്നതിനാൽ അന്ന് അവളുടെ പേര് കേട്ടതല്ലാതെ മുഖം അവൻ കണ്ടിരുന്നില്ല. ഇപ്പോൾ അവളെ കണ്ടപ്പോൾ നേരിട്ട് പരിചയപ്പെടാമെന്ന് കരുതി അവൻ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട് ഗുവാൻജി എത്തുന്നതിനാൽ അവൻ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. ഷുയിക്ക് ഈ സമയവും വേദന തോന്നുന്നുണ്ട്. അവളുടെ അസ്വസ്ഥത കണ്ടപ്പോൾ ജോലി പ്രധാനമാണെങ്കിലും ആരോഗ്യം കൂടി ശ്രദ്ധിക്കണമെന്ന് യു ഉപദേശിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് മരുന്ന് കഴിക്കുന്ന സമയത്ത് അവൻ ഷിയാനെയും മറ്റും കണ്ട് അവളോട് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നു. അവൾ മരുന്ന് കഴിച്ചിട്ട് മുഖം ഉയർത്തി നോക്കിയപ്പോഴേക്കും അവർ അകത്തേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. ഷിയാനെ നേരിട്ട് പരിചയമില്ലെങ്കിലും സൈഡിൽ നിന്ന് കണ്ടപ്പോൾ അവനാണോ എന്ന് സംശയം തോന്നി അവൾ ഓടി അങ്ങോട്ടേക്ക് ചെന്നെങ്കിലും അപ്പോഴേക്കും അവർ അകത്ത് കയറി വാതിലടച്ച് കഴിഞ്ഞിരുന്നു. ഇന്ന് ഒട്ടും സമയം കിട്ടില്ല, അതുകൊണ്ട് തിരികെ പോകാൻ പറഞ്ഞാൽ അവൻ്റെ അസിസ്റ്റന്റ് അവളെ തടയുകയും ചെയ്യുന്നു. അവളോട് ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴേക്കും തിരികെ കൊണ്ടാക്കാൻ വണ്ടി അറേഞ്ച് ചെയ്യാം എന്നവൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, എന്നെ വിളിക്കാൻ ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. അവനെ ഒന്ന് കാണാൻ പോലും പറ്റാത്തതിൽ അവൾക്ക് ശരിക്കും നിരാശയുണ്ട്. പാർട്ടി ഹാളിൽ വെച്ച് ഷിയാൻ യുയുമായി കൂടുതൽ പരിചയപ്പെടുന്നു. ഗുവാൻജി അവൻ്റെ കമ്പനിയുടെ ഫിനാൻസ് അഡ്വൈസറായിട്ടാണ് യുയുവിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുമിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഷീ അവിടെ നിന്ന് പോകാൻ ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവന് കാണാനായി അവൾ റോഡ് സൈഡിൽ വന്ന് നിൽക്കുകയാണ്. ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടി ലേറ്റാക്കും എന്നവൻ വിളിച്ചറിയിക്കുന്നു.
അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവളെ പരിചയമുള്ള പലരും വണ്ടി നിർത്തി അവളോട് സംസാരിക്കുകയും അവൾക്ക് റൈഡ് ഓഫർ ചെയ്യുകയും ചെയ്യുന്നു. പിക്ക് ചെയ്യാൻ ആൾ വരും, വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവൾ അവരെ ഒഴിവാക്കി വിടുന്നുണ്ട്. ഒരു പെണ്ണ് മഴയത്ത് തനിച്ച് നിൽക്കുന്ന കണ്ട് വണ്ടി നിർത്തി ചില വൃത്തികെട്ടവന്മാരും അവളെ കൂടെ ചെല്ലാൻ വിളിക്കുന്നുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ വരുമെന്ന് മറുപടി പറഞ്ഞ് അവൾ മുടക്കുന്നു. കൂട്ടത്തിൽ ഇടയ്ക്കിടെ വയറുവേദനിക്കുന്നുണ്ട്. ആ സമയത്താണ് ഷിയാൻ അതുവഴി വണ്ടിയിൽ വന്നത്. അവരുടെ വണ്ടിയും ബ്ലോക്കിൽ പെട്ടിരിക്കുന്നതിനാൽ പതുക്കെയാണ് പോകുന്നത്. അവൻ്റെ അസിസ്റ്റന്റ് അവൾ അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ ഇതുവരെ പോയില്ലെന്ന് പറഞ്ഞപ്പോൾ അവന് ശ്രദ്ധിക്കുന്നു. അവൾക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്താണ് ചെയ്തിരുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആരോ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മറിയതിനെക്കുറിച്ച് അസിസ്റ്റന്റ് അറിയിക്കുന്നു. അവളുടെ വേദന കടിച്ചമർത്തിക്കൊണ്ടുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ അവൻ വണ്ടിയോടെ അടുപ്പിക്കാൻ പറയുന്നു. അവൻ വണ്ടി നിർത്തി ഗ്ലാസ് താക്കാൻ തുടങ്ങിയപ്പോഴേക്കും മുമ്പത്തെ പോലെ ആരോ ആണെന്ന് കരുതി മഴ പെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുകയാണ്, അവനിപ്പോൾ വന്നോളും എന്ന് അവൾ ദേഷ്യത്തിൽ വിളിച്ചു പറയുന്നു. കുറച്ച് താഴ്ന്ന ഗ്ലാസിനിടയിലൂടെ അവൻ്റെ കണ്ടപ്പോഴാണ് അവൾക്ക് അബദ്ധം മനസ്സിലാക്കുന്നത്. പക്ഷേ അവളുടെ റിയാക്ഷൻ കാരണം അവൻ അപ്പോഴേക്കും വണ്ടി വിട്ടു പോകുന്നു. മണ്ടത്തരം കാണിച്ച് ഓർത്ത് ഷുയാകെ വിഷമിക്കുന്നു. വണ്ടി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവളെ പിക്ക് ചെയ്യാനായി ആരോ വന്നത് അസിസ്റ്റന്റ് വണ്ടിയുടെ കണ്ണാടിയിലൂടെ കാണുന്നു. അവൾ ശരിക്കും ബോയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവൾ അവിടെ നിൽക്കുന്നത് കണ്ട് വേറെ ആരെങ്കിലുമൊക്കെ വണ്ടി നിർത്തി എന്തെങ്കിലും ചോദിച്ചു കാണും, അതുകൊണ്ടായിരിക്കണം അവൾ അങ്ങനെ പ്രതികരിച്ചത് എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഷുയുടെ ബോയ് ഫ്രണ്ട് സിങ്ഷു ബ്ലോക്ക് കാരണം എത്താൻ വൈകിയതിന് അവളോട് സോറി പറയുന്നു. അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അതിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നതിന് അവൾ സോറി പറയുന്നുണ്ട്. വണ്ടിയിൽ നല്ല പെർഫ്യൂമിൻ്റെ മണം വരുന്നതിനാൽ ആർക്കൊപ്പമാണ് അവൻ ബർത്ത്ഡേ ആഘോഷിച്ചത് എന്ന് അവൾ ചോദിക്കുന്നു. ഒരു ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞപ്പോൾ ആ ഫ്രണ്ട് ഉപയോഗിക്കുന്ന പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചറിയണം, നിനക്ക് നല്ല മാച്ചാകുമെന്ന് തോന്നുന്നു എന്നവൾ പറയുന്നുമുണ്ട്. പക്ഷെ അവൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ പെട്ടെന്ന് വിഷയം മാറ്റി അവളുടെ ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചറിയുന്നു. ഇതിനിടയിൽ അവൻ്റെ ഫോൺ കോൾ വരുന്നുണ്ടെങ്കിലും അവനത് അറ്റൻഡ് ചെയ്യുന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ട കോളാണ് വരുന്നത്. ഈ സമയം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്, ഇപ്പോൾ അത് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് അവനത് എടുക്കാതിരുന്നത്. അവരവളെ വീടിന് മുന്നിൽ കൊണ്ടാക്കുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് അവന് ബർത്ത്ഡേ വിഷ് ചെയ്ത് കവളിലൊരു കിസ്സും കൊടുത്തിട്ടാണ് അവൾ ഇറങ്ങിപ്പോയത്. അവൾ പോയപ്പോൾ തന്നെ അവനത് തുളച്ച് കളയുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും ഒരു കോൾ വന്ന് അർജൻറ്റായി ഇങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. ഷുയി വീടിനുള്ളിൽ എത്തിക്കഴിഞ്ഞ് ഫോൺ തിരഞ്ഞപ്പോഴാണ് ഫോൺ മിസ്സായി എന്നറിയുന്നത്. അവൾ ഉടനെ തന്നെ ടാബ് ഓണാക്കി അതിൽ ഫോണിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നു. അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണത് കാണിച്ചത്. കാറിൽ കയറിയപ്പോൾ ഫോൺ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനെന്തെങ്കിലും ആക്സിഡൻറ്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലായി കാണുമെന്ന് സംശയിച്ച് അവൾ അപ്പോൾ തന്നെ ഒരു ടാക്സി വിളിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. എത്തിയപ്പോൾ അവൻ്റെ കാർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് അവൾ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പോകുന്നു. ആ സമയത്ത് മറ്റൊരു കാറിൽ അബദ്ധത്തിൽ ഇടിക്കുന്നുണ്ട്. അതിൻ്റെ നമ്പർ പ്ലേറ്റിലെ 6 എന്നുള്ള ആവർത്തിച്ച നമ്പർ കണ്ട് ഏതോ ക്യാഷുകാരൻ്റെ വണ്ടിയാണ് എന്ന് പറഞ്ഞ് അവൾ വേഗം ഓടിപ്പോകുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ഒരു പെണ്ണിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവൾ കാണുന്നു. അവൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കുമെന്ന് കരുതി സമാധാനിച്ച് അവൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവർ ലവേഴ്സിനെ പോലെ ചേർത്ത് പിടിക്കുകയും പരസ്പരം കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവൾ കാണുന്നു. അവൻ തന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ആകെ ഷോക്കായി കൂടെയൊക്കെ അവളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് പോകുന്നുണ്ട്. നനഞ്ഞു കുളിച്ച് ആകെ വിഷമിച്ച് ഒരു ടാക്സി വിളിച്ച് തിരികെ വീട്ടിലേക്ക് പോകുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് ഈ സമയം മറ്റേ പെണ്ണിനോട് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഷുയിയുമായി അവനുള്ള റിലേഷനെ പറ്റി അവൾക്ക് നന്നായി അറിയാം. അവൾ നിനക്ക് തരുന്നൊക്കെ തരാൻ എനിക്ക് പറ്റും, അവളെ കൊണ്ട് തരാൻ പറ്റാത്തത് പോലും തരാൻ എനിക്ക് പറ്റും, അതുകൊണ്ട് നന്നായി ആലോചിച്ചിട്ട് മറുപടി പറയാൻ അവൾ അവനോട് പറയുന്നുണ്ട്. അവളുടെ അങ്കിളിൻ്റെ വണ്ടിയിലാണ് അവൾ വന്നിരിക്കുന്നത്. വണ്ടിയുടെ അടുത്ത് വരെ അവൻ അവളെ കൊണ്ടുവിടുന്നു. നേരത്തെ ഷുയി ഇടിച്ച 6 എന്ന് ആവർത്തിച്ച നമ്പറുള്ള വണ്ടിയായിരുന്നു അവളുടേത്. അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവളുടെ അങ്കിൾ ഷിയാനാണ്. അവളെ യാത്രയ്ക്ക് ശേഷം ഷിങ്ഷു അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഡോറിൻ്റെ സൈഡിൽ ഒരു ചുവന്ന ബ്രേസ്ലെറ്റ് തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നു. ഷുയിക്ക് അവൻ സമ്മാനിച്ചതായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ വന്നിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ അപ്പോൾ തന്നെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഷുയി സമയം അവൻ നൽകിയ സാധനങ്ങളൊക്കെ ഒരു കാർഡ്ബോർഡിലാക്കി വെക്കുകയായിരുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ചെടുത്ത ഫോട്ടോസൊക്കെ അവൾ രണ്ടായി മുറിച്ച് കളയുന്നുണ്ട്. അവൻ എന്തായാലും ഇന്ന് തന്നെ അന്വേഷിച്ച് വരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ബ്രേക്കപ്പ് ആകണം എന്നവൾ തീരുമാനിച്ചു വെച്ചിരുന്നതാണ്. അതൊക്കെ സങ്കല്പിച്ച് സ്വയം മറന്നിരിക്കുന്ന സമയത്താണ് വാതിക്കൽ മുട്ടുകേട്ടത്. ചെന്ന് തുറന്നപ്പോൾ അവൻ തന്നെയാണ്. പക്ഷെ അവൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ നമുക്ക് ബ്രേക്കപ്പ് ആകാം എന്ന് ഇങ്ങോട്ടേക്ക് പറയുന്നു. എനിക്ക് നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പറ്റുമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിനക്കൊപ്പം ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇങ്ങനെയുള്ള ജീവിതം എനിക്ക് മടുത്തു കഴിഞ്ഞു. നമ്മളെപ്പോലെ ഒന്നുമില്ലാത്തവർ എത്ര കാലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാലും ഒന്നും സമ്പാദിക്കാൻ പോകുന്നില്ല. മുമ്പൊക്കെ നിന്റെ പ്രതീക്ഷയ്ക്കകത്ത് ഉയരാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് ബോധ്യമായത്. അവളെപ്പോലുള്ളവർ ജനിക്കുമ്പോൾ തന്നെ ഭാഗ്യവതികളാണ്. അവളുടെ അങ്കിളിന്റെ വണ്ടിയുടെ നമ്പർ 6 എന്ന റിപ്പീറ്റ് ഡിജിറ്റാണ്. അവർ എത്രമാത്രം സമ്പന്നരാണെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് കഷ്ടപ്പെടാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് നമ്മൾ പിരിയുന്നതാണ് നല്ലത് എന്നൊക്കെ അവൻ പറയുന്നു. അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്റെ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കൊടുക്കുന്നു. അവൾ അകത്തേക്ക് കയറിപ്പോയി അവന്റെ സാധനങ്ങൾ വെച്ചിരുന്ന കാർഡ്ബോർഡ് എടുത്തുകൊണ്ട് അവന്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ഇനിമേലിൽ എന്റെ മുന്നിൽ വന്നു പോകരുതെന്ന് പറഞ്ഞ് ഡോർ വിളിച്ചടയ്ക്കുന്നു. അവൾ ദേഷ്യം സഹിക്കുകയാത്ത് നിൽക്കുമ്പോഴാണ് പുറത്ത് അവൻ കാർഡ്ബോർഡ് താഴെ വെച്ച് അതിൽ തിരയുന്നത് പോലെ ശബ്ദം കേട്ടത്. സംശയം തീർക്കാൻ അവൾ ഡോറിന്റെ ഹോളിലൂടെ നോക്കുന്നു. തിരികെ കൊടുത്ത സാധനങ്ങളിൽ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് അവൻ ചെക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ ശരിക്കും ഷോക്കാകുന്നു. അവളെ പോലെ ഒരു വൃത്തികെട്ടവനെയാണല്ലോ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് അവൾ ചിന്തിച്ചു പോകുന്നുണ്ട്. അവൾ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഇന്നാകെ നനഞ്ഞു കുളിച്ച് ഒരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്നത് ചിലരൊക്കെ അതിന്റെ കാരണം ചോദിച്ചും സമാധാനിപ്പിച്ചുമൊക്കെ അവൾക്ക് റിപ്ലൈ നൽകുന്നുണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് റുവോ ഒരു ബാറിലിരിക്കുന്ന സമയത്താണ് ആ മെസ്സേജ് കണ്ടത്. ആ സമയത്ത് ഒരുത്തൻ അവളെ മുട്ടാനായി ചെല്ലുന്നുണ്ടെങ്കിലും അവൾ നൈസായിട്ട് അവനെ ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. റുവോ രാത്രി തന്നെ ഷീയുടെ വീട്ടിലേക്ക് ചെന്ന് അവൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ബ്രേക്കപ്പിനെ കുറിച്ചൊക്കെ കാര്യമായി അറിഞ്ഞപ്പോൾ
അവനെ പോലെയുള്ള ഒരുത്തിന് വേണ്ടി നിന്റെ സമയം പാഴാക്കാതിരുന്നത് നന്നായി എന്ന് അവൾ പറയുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഷെങ്ഷു 3 വർഷം അവളുടെ പുറകെ നടന്നതാണ്. അതിനുശേഷം അവൾ ജോലിക്ക് കയറിയപ്പോഴും 2 വർഷം പുറകെ നടന്നു. അതുകൊണ്ട് അവളുടെ കോളേജിൽ പഠിച്ചിരുന്നവർക്കും കമ്പനിയിലുള്ളവർക്കും ഒക്കെ അവനെ നന്നായി അറിയാം. അന്ന് തന്നെ അവൻ നിനക്ക് മാച്ചാകില്ല എന്ന് റിവോ അവളോട് പറഞ്ഞിരുന്നതാണ്. അവർ ഒരുമിച്ചായിട്ട് അധിക സമയമായിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവൻ ചീറ്റ് ചെയ്തതിലാണ് ഷുയിക്ക് വിഷമം. അതിനേക്കാൾ കൂടുതൽ വിഷമം തനിക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ് അവൻ തന്നെ ഉപേക്ഷിക്കുന്നത് എന്നറിഞ്ഞപ്പോഴാണ്. നിന്റെ വാല്യൂ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിധം കരിയറിൽ നന്നായി ശ്രദ്ധിച്ച് അവനോട് പ്രതികാരം ചെയ്യാൻ റിവോ അവളെ ഉദ്ദേശിക്കുന്നുണ്ട്. ഷിയാൻ എന്ന് വീട്ടിലെത്തിയ ശേഷം ഷുയെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞു നോക്കുന്നുണ്ട്. ഈ വർഷം തന്നെ അവൾ 8 കവർ സ്റ്റോറി ചെയ്ത് കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവൻ ശരിക്കും ഇംപ്രസ്ഡ് ആകുന്നു. മഴയത്ത് വണ്ടി കാത്തു നിൽക്കുന്ന അവളുടെ രൂപം അപ്പോഴും അവൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഷുയ അടുത്ത ദിവസം ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ടാണ് ഓഫീസിലേക്ക് വന്നത്. ഓഫീസിനുള്ളിൽ കയറിയിട്ടും അവൾ അതെടുത്ത് മാറ്റുന്നില്ല. നേരെ ചീഫിന്റെ മുറിയിലേക്ക് ചെന്ന് ഇന്റർവ്യൂ നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വിവരം അവൾ അറിയിക്കുന്നു. ഓഫീസിനുള്ളിൽ കയറിയിട്ടും അവൾ എന്താണ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നതെന്ന് ചീഫ് ചോദിച്ചപ്പോൾ അവൾ അതെടുത്ത് മാറ്റുന്നു. ഉറക്കമൊഴിഞ്ഞ് പാണ്ഡേടതുപോലെ ഇരിക്കുന്ന അവളുടെ കണ്ണ് കണ്ടപ്പോൾ ചീഫ് അറിയാതെ ചിരിച്ചു പോകുന്നു. ഇന്നലെ നിനക്ക് ഇന്റർവ്യൂ നടത്താൻ പറ്റില്ല, അപ്പോൾ പിന്നെ ബോയ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആഘോഷിച്ച് കാണുമല്ലോ, പിന്നെ എന്ത് പറ്റി ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെയാക്കാൻ എന്ന് അവർ ചോദിക്കുന്നു. അവൾ അതിന് മറുപടി ഒന്നും പറയാൻ നിന്നതേ ഉള്ളൂ. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ ചീറ്റ് ചെയ്തതെന്ന് അവർ ചോദിക്കുന്നു. അതിന്റെ മറുപടിയായിട്ട് അവളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ സംഗതി അതാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുറപ്പായപ്പോൾ അവർ വീണ്ടും ചിരിക്കുന്നു. എന്റെ ബോയ് ഫ്രണ്ട് എന്നെ ചീറ്റ് ചെയ്തിട്ട് മാഡം ചിരിക്കുകയാണോ എന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് എന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് അവർ സോറി പറയുന്നു. ഷിങ്ഷു അവൾക്ക് പറ്റിയ ആളല്ല എന്ന് ചീഫ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ചില പൊരുത്തമൊക്കെ ആവശ്യമാണ്. നിനക്ക് എന്റെ പ്രായമാകുമ്പോൾ അതൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവർ അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയുള്ള ആളാണ് എനിക്ക് പറ്റിയത് എന്ന് അവൾ സംശയം ചോദിക്കുന്നുണ്ട്. നിനക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, നല്ല കഴിവുണ്ട്, ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറുണ്ട്, അതിന് പറ്റിയ ഒരാളെ വേണം നീ സെലക്ട് ചെയ്യാൻ എന്നൊക്കെ അവർ പറയുന്നു. അത് ശരിയാണ്, ഞാൻ പോയി ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ നിനക്ക് വേണമെങ്കിൽ 2 ദിവസം ലീവ് എടുത്തോളാൻ ചീഫ് പറയുന്നു. എന്റെ കണ്ണിന് താഴെ കറുപ്പ് വന്നത് ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതിരുന്നത് ഷിയാന്റെ ഇന്റർവ്യൂവിനുള്ള ടോപ്പിക് റിവേഴ്സ് ചെയ്തത് കൊണ്ടാണ്. ഷെങ്ഷുവിനെ പോലെ ഒരുത്തിന് വേണ്ടി ഞാൻ എന്റെ സമയം വേസ്റ്റ് ചെയ്യില്ല എന്ന് അവൾ പറയുന്നു. അവളുടെ സ്പിരിറ്റ് ചീഫിന് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ലിയാൻ ടെക്നോളജി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ CEO ഇന്റർവ്യൂ ചെയ്യാനുള്ള ഷെഡ്യൂൾ കൺഫേം ആയിട്ടുണ്ട്. അവിടെ വരെ പോയി അതിന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. അപ്പോൾ നിന്റെ മൂഡും ഒന്ന് ചെയ്യിച്ചാക്കുമെന്ന് ചീഫ് അവളോട് പറയുന്നു. അവൾ സന്തോഷത്തോടെ ആ ജോലി ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ അവൾ ആ കമ്പനിയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ഷിയാൻ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചിരുന്നല്ലോ, ആ കമ്പനിയാണിത്. അവിടുത്തെ സ്റ്റാഫുമായി സംസാരിച്ച് ഇന്റർവ്യൂവിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു. ഇതേ സമയത്ത് തന്നെ ഷിയാനും ആ കമ്പനിയുടെ CEOയുമായി സംസാരിക്കാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു. ഷുയി അടുത്തുള്ള ഒരു ഷോപ്പിൽ ചെന്നെന്തോ കഴിക്കാനായി വാങ്ങിയപ്പോൾ മുമ്പ് ഷിങ്ഷുവിന്റെ ഒപ്പം അവിടെ വന്നിട്ടുള്ളതിനെ കുറിച്ച് അവൾക്ക് ഓർമ്മ വരുന്നു. ദേഷ്യം കാരണം അവൾ കയ്യിലിരുന്ന സാധനം അറിയാതെ അമർത്തി പോകുന്നുണ്ട്. അപ്പോഴാണ് അതൊന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് വന്നത്. അങ്ങനെ അവളത് പാക്ക് ചെയ്യാൻ പറയുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവളുടെ എക്സ് ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടുമായി അവിടേക്ക് വരുന്നു. ഷുയി അവിടെ നിൽക്കുന്നത് അവർ കണ്ടിരുന്നില്ല. ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടിന്റെ അങ്കിളിനോട് പറഞ്ഞ് അവന് അങ്കിളിന്റെ കമ്പനിയിൽ ജോലി റെഡിയാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അവൻ വന്നത്. അവിടെ കയറിക്കൂടാൻ അത്ര എളുപ്പമല്ല. എനിക്ക് പോലും അവിടെ ജോലി നൽകാൻ വേണ്ടി എത്ര ഇന്റർവ്യൂ നടത്തിയെന്ന് അറിയാമോ, അതുകൊണ്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ അവൾ പറയുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഷുയി അവിടെ നിൽക്കുന്ന അവർ കണ്ടത്. ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് അവനെയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് അവളെ തള്ളി മാറ്റിയിട്ട് അവിടെ കയറി നിൽക്കുന്നു. അപ്പോഴാണ് അവളുടെ ഡ്രസ്സിൽ കഴിഞ്ഞ ദിവസം താൻ തിരികെ നൽകിയ ഒരു ഷോപ്പിൻ കുത്തിയിരിക്കുന്നത് ഷുയി കണ്ടത്. അവൾക്ക് ശരിക്കും ചിരി വരുന്നു. നിനക്ക് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് താല്പര്യമല്ലേ എന്ന് ചോദിച്ച് അവരെ കളിയാക്കിയിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. തന്റെ ബോയ് ഫ്രണ്ടിനെയാണ് ഉദ്ദേശിച്ചതെന്ന് കരുതി ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് പ്രതികരിക്കാൻ ചാടിയതാണെങ്കിലും അവൻ പിടിച്ചു നിർത്തുന്നു. ഷിയാൻ വന്ന കാര്യം കഴിഞ്ഞ് തിരികെ പോകാനായി വണ്ടിയിൽ വന്ന് കയറിയപ്പോൾ കുറച്ച് മുന്നിലെ ഒരു മരത്തിൽ ചവിട്ടി ദേഷ്യം തീർക്കുന്ന ഷുയെ കാണുന്നു. അവൻ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. ഷുയി ആകെ കളിച്ചു നിൽക്കുമ്പോഴാണ് ഷിങ്ഷു ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടിനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടത്. അതുകൂടി കണ്ടപ്പോഴേക്കും അവളുടെ നിയന്ത്രണം തെറ്റുന്നു. ആ സമയത്താണ് കുറച്ചപ്പുറത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ 6 റിപ്പീറ്റിംഗ് ഡിജിറ്റുള്ള അവളുടെ അങ്കിളിന്റെ കാർ കിടക്കുന്ന അവൾ കണ്ടത്. അവളോടുള്ള കലിപ്പിൽ അങ്കിളിനെ ഒന്ന് മീറ്റ് ചെയ്തേക്കാമെന്ന് കരുതി അവൾ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ഷിയാൻ അസിസ്റ്റന്റുമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവൾ വണ്ടിയുടെ അടുത്ത് ഗ്ലാസ്സിലടിയിലൂടെ അകത്തേക്ക് നോക്കിയിട്ട് മുടിയൊക്കെ നേരെയാക്കി ഗ്ലാസ്സിൽ തട്ടിയത്. അവൻ ഗ്ലാസ് കുറച്ചും താഴ്ത്തിയിട്ട് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുന്നു. ആ സമയത്ത് അവൾ അവന്റെ മുഖം കാണുന്നില്ല. എന്റെ ഫോണിന്റെ ചാർജ് തീർന്നു, പവർ ബാങ്ക് ഉണ്ടെങ്കിലും തരുമോ എന്നവൾ ചോദിക്കുന്നു. പവർ ബാങ്ക് ഇല്ല എന്നവൻ പറഞ്ഞപ്പോൾ എങ്കിൽ എനിക്കൊരു റൈഡ് ഓഫർ ചെയ്യുമോ, വണ്ടിക്കുള്ളിലിരുന്ന് ഞാൻ ഫോൺ ചാർജ് ചെയ്തോളാം എന്നവൾ പറയുന്നു. അവൻ ആ സമയത്ത് ഗ്ലാസ് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ ശരിക്കും അവനെ കാണുന്നത്. അവന്റെ ലുക്ക് കണ്ട് അവൾ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നു. അപ്പോഴും അത് ഷിയാനാണ് എന്ന് അവൾക്കറിയില്ല. എന്റെ കാറിൽ ബോയ് ഫ്രണ്ടുള്ള പെൺകുട്ടികളെ കയറ്റാറില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ പേര് വിളിച്ചപ്പോഴാണ് അവൾ വണ്ടിയുടെ മുന്നിലെ സീറ്റിലേക്ക് നോക്കിയത്. അവിടെ ഇരിക്കുന്ന അസ്തനെ കണ്ടപ്പോൾ അവൾക്ക് ആളിനെ ശരിക്കും മനസ്സിലാക്കുന്നു. അവൾ ചമ്മയെന്ന് പറയണ്ടല്ലോ. അവൻ ഗ്ലാസ് ഉയർത്താൻ തുടങ്ങിയപ്പോഴേക്കും അവൾ അതിൽ കയറി പിടിച്ചിട്ട് ഞാൻ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്, സമയം കാണുമോ എന്ന് അവൾ ചോദിക്കുന്നു. യാത്രക്കിടയിൽ ചോദ്യങ്ങൾ ചോദിച്ചോളാം, അപ്പോൾ എക്സ്ട്രാ ടൈം ഒന്നും വേസ്റ്റ് ആകില്ല എന്നവൾ പറയുന്നു. അവൻ മറുപടി നൽകാത്ത ഗ്ലാസ് ഉയർത്തിയപ്പോൾ ഈ ഇന്റർവ്യൂ കിട്ടിയില്ലെങ്കിൽ ഈ ആഴ്ചത്തെ മാഗസിൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവൾ വിളിച്ചു പറയുന്നു. വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് എന്റെ പേഴ്സണൽ ടൈമാണ്. ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ എന്റെ അസിസ്റ്റന്റുമായി സംസാരിച്ച് ടൈം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ഗ്ലാസ് ഫുള്ളിടുന്നു. വണ്ടി വിട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. ഷുയാകെ നിരാശയായി നിൽക്കുന്നത് തിരിഞ്ഞു നോക്കിയ അസിസ്റ്റന്റ് ശ്രദ്ധിക്കുന്നു. അവനെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറക്കി വിടാം എന്ന് ഷിയാൻ പറയുന്നതിനാൽ അവൻ നേരെ ഇരിക്കുന്നു. ആദ്യത്തെ മീറ്റിംഗ് തന്നെ ഇങ്ങനെ ആയതിൽ ഷുയിക്ക് നല്ല നിരാശയുണ്ട്. അവൾക്ക് ഷിയാന്റെ ഇന്റർവ്യൂ ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാഗസിന് കവർ സ്റ്റോറിയായി യുലിങ്ങിന്റെ ഫീച്ചർ എടുക്കാമെന്ന് ചീഫ് അവരുടെ സുപ്പീരിയർ ഓഫീസറെ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ
അവർ യുലിങ്ങിനെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഷിയാനെ ഇന്റർവ്യൂ ചെയ്യാനായി യുലിങ്ങിനെ ആദ്യം അറേഞ്ച് ചെയ്തിരുന്നത് ഈ ചീഫിന്റെ മുകളിലുള്ള ചീഫ് എഡിറ്ററാണ്. പിന്നെയാണല്ലോ ഷിയാൻ കാരണം അവളുടെ ചാൻസ് നഷ്ടപ്പെട്ടത്. പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഷുയിക്ക് ഈ ആഴ്ച ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ റെഡിയായിക്കൊണ്ടിരുന്ന ഡ്രാഫ്റ്റ് തന്നെ കവർ സ്റ്റോറിയായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് ചീഫ് അവളെ പറഞ്ഞയച്ചത്. അവൾ സന്തോഷത്തോടെ ചീഫിന്റെ മുറിയിൽ ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധിച്ച ഷുയിയുടെ ഫ്രണ്ട് അപ്പോൾ തന്നെ അവൾക്ക് അതിനെക്കുറിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഷുയി ഈ സമയം റുവോയുമായി മീറ്റ് ചെയ്ത് ഷിങ്ഷുവിന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് ശരിക്കും ഷിയാന്റെ നീസാണോ എന്നൊരു അന്വേഷണം നടത്തുന്നു. ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ റുവോ മിടുകയാണ്. ഷിയാന് അവൾ പറഞ്ഞ പേരിലുള്ള ഒരു നീസ് ശരിക്കുമുണ്ട്. പക്ഷെ അവളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. ഷിയാൻ അവന്റെ അച്ഛന്റെ കമ്പനിയിൽ വലിയൊരു ഇഷ്യൂ നടക്കുന്ന സമയത്താണല്ലോ കമ്പനി വിട്ട് പുതിയ കമ്പനി തുടങ്ങിയത്. അതിനുശേഷം അവൻ മീഡിയയിൽ നിന്നൊക്കെ ഒരുപാട് അകന്നാണ് നിൽക്കുന്നത്. അവന്റെ ഫാമിലിയും അതേപോലെ പ്രൈവറ്റ് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും അറിയില്ല. അവൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടെന്നല്ലാതെ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. അവളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും പലർക്കും സംശയമാണ്. ആ സിസ്റ്ററിന്റെ മകളാണ് ഈ ഷുൻ എന്നൊക്കെ റുവോ അവളെ അറിയിക്കുന്നു. തന്റെ സ്ഥാനം തട്ടിയെടുത്തവൾക്ക് അവനുമായി ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഷുയി ശരിക്കും അസ്വസ്ഥയാക്കുന്നു. ആ സമയത്താണ് യുലിങ്ങിൻ ചീഫിന്റെ മുറിയിൽ പോയതിനെ കുറിച്ച് പറഞ്ഞ അവളുടെ ഫ്രണ്ടിന്റെ മെസ്സേജ് അവൾക്ക് കിട്ടിയത്. നിന്റെ ചാൻസ് പിന്നെയും തട്ടിയെടുക്കാൻ വല്ലതുമായിരിക്കുമോ? എങ്ങനെയെങ്കിലും ഷിയാനുമായുള്ള ഇന്റർവ്യൂ ഈ ആഴ്ച നടത്താൻ നോക്കണമെന്നും ഫ്രണ്ട് മെസ്സേജ് അയക്കുന്നു. ഇന്റർവ്യൂ നടന്നു കിട്ടാൻ എന്ത് ചെയ്യുമെന്നോർത്ത് അവളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഷിയാന്റെ ഷെഡ്യൂൾ ഫ്രീ ആകുന്നതനുസരിച്ച് അവളുടെ ഇന്റർവ്യൂ അടുത്ത ആഴ്ചത്തേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ആഴ്ച തന്നെ ഇന്റർവ്യൂ നടത്താനായി പല സമയത്തും അവൻ ഫ്രീ ആണെന്ന് ചോദിച്ച് അവൾ അസിസ്റ്റന്റ് മെസ്സേജ് അയച്ചു നോക്കുന്നു. ലഞ്ച് ടൈമിലോ രാത്രിയിലോ വീക്കെൻഡിലോ എപ്പോഴെങ്കിലും കുറച്ച് ടൈം ഒന്ന് അറേഞ്ച് അവൾ പലതവണ റിക്വസ്റ്റ് ചെയ്തെങ്കിലും അവൻ ഫ്രീ അല്ലാത്തത് കാരണം അവൾക്ക് നിരാശയാകേണ്ടി വരുന്നു. ഷിയാന് ആ ആഴ്ച ബോർഡ് മെമ്പേഴ്സുമായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവന് പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ തിരക്ക് കുറച്ചൊന്ന് കുറയുന്നുണ്ട്. അങ്ങനെ അവളുടെ ഇന്റർവ്യൂ കുറച്ച് നേരത്തെയാക്കാൻ അവൻ സമ്മതിക്കുന്നു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം അവൻ അങ്കിളിനൊപ്പം ഹോഴ്സ് റൈഡിന് പോകുന്നുണ്ട്. അതിനു മുമ്പായി അവളുടെ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാൻ അവൻ സമ്മതിക്കുന്നു. അസിസ്റ്റന്റ് അപ്പോൾ തന്നെ അവൾക്ക് മെസ്സേജ് അയച്ച് ആ സമയം അവൾ ഫ്രീ ആണോ എന്ന് അന്വേഷിക്കുന്നു. അവൾക്ക് അതിനെക്കുറിച്ച് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യം പോലുമില്ലല്ലോ. അപ്പോൾ തന്നെ അവൾ ഓക്കെ പറയുന്നുണ്ട്. ഓഫീസിലിരിക്കുമ്പോഴാണ് അവൾക്ക് ആ മെസ്സേജ് കിട്ടിയത്. അവൾ അപ്പോൾ തന്നെ സന്തോഷത്തോടെ ചാടി ഇരുന്നിട്ട് ഫ്രണ്ടിനോട് വിവരം പറയുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് അവർക്കും ഇല്ലാതിരിപ്പുണ്ടായിരുന്ന യുലിൻ കേൾക്കുന്നു. ഇതുവരെ അവളുടെ ഇന്റർവ്യൂ റെഡിയാകാതിരുന്നുകൊണ്ട് തന്റെ ഫീച്ചർ തന്നെ കവർ സ്റ്റോറിയാക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൾ. ഇപ്പോൾ ഇന്റർവ്യൂ ഓക്കെ ആയി എന്നറിഞ്ഞപ്പോൾ യുലിങ് ആകെ അസ്വസ്ഥയാക്കുന്നു. അന്ന് എല്ലാവരും ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൾ ഷുയുടെ ഡ്രോയറിൽ നിന്ന് അവൾ റെഡിയാക്കി വെച്ചിരുന്ന ഷിയാന്റെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മോഷ്ടിക്കുന്നു. ഷു ഇതൊന്നും അറിയാതെ വീട്ടിലെത്തി നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന് റുവയെ വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റുവ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇന്റർവ്യൂവിന് സ്യൂട്ടാക്കുമോ? കുറച്ച് ഓവറല്ലേ എന്ന് അവൾ സംശയം ചോദിക്കുന്നു. ആ ഷെങ്ഷു കാരണമാണ് നിനക്കത്ര ഡ്രസ് സെൻസ് ഇല്ലാതെ പോയത്. പെൺകുട്ടികളുടെ ശരീരത്തിനല്ല മനസ്സിലാണ് സൗന്ദര്യം വേണ്ടതെന്ന് പറഞ്ഞ് അവൻ നിന്നെ കൊണ്ട് വിധവകൾ ധരിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സൊക്കെയാണ് ധരിപ്പിച്ചിരുന്നത്. ഇനിയെങ്കിലും നീ അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കും. ഒരു ഇന്റർവ്യൂ നടത്തുന്നത് നമ്മൾ TV ഷോയിൽ കാണാനിരിക്കുന്ന പോലെയാണ്. ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനോട് താല്പര്യം തോന്നിയില്ലെങ്കിൽ അവന്റെ ശ്രദ്ധ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ കഴിയുന്ന വിധത്തിൽ നന്നായി ഒരുങ്ങി വേണം പോകാൻ. കരിയറും ബ്യൂട്ടിയും ഇരട്ട സഹോദരിമാരെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് റുവോ അവളെ കുറെ ഉപദേശിക്കുന്നു. അങ്ങനെ അവൾ പറഞ്ഞ ഡ്രസ്സ് തന്നെ ധരിക്കാമെന്ന് ഷീ തീരുമാനിക്കുന്നു. അതുമാത്രമല്ല അവന്റെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ വേണ്ടി കുറച്ച് എലഗന്റായി പെരുമാറണം എന്ന് റുവോ പറഞ്ഞപ്പോൾ അവൾ മുടിയൊക്കെ ചെറുതായി പുറകിലേക്ക് ഒതുക്കിയിട്ട് എങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവന് ചിലപ്പോൾ ഇന്റർവ്യൂ തുടരാൻ പോലും കഴിയാത്തവരുടെ ശ്രദ്ധ തെറ്റാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് ക്യൂട്ടാണ് എന്നൊക്കെ റുവോ അവളോട് പറയുന്നു. അത്രയ്ക്കൊന്നും കളിയാക്കേണ്ട എന്ന് ഷീ പറഞ്ഞപ്പോൾ കളിയാക്കുന്നല്ല, നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസം വരുന്നില്ലെങ്കിൽ നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവൾ പറയുന്നു. എത്ര വലിയ ബിസിനസ്മാർ ആണെങ്കിലും അവനും ഒരാണല്ലേ, അവന്റെ കൺട്രോൾ തെറ്റുമെന്ന് നമുക്ക് കണ്ടു നോക്കാമെന്ന് റുവോ പറയുന്നു. എന്തായാലും നാളെ നോക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വെക്കുന്നുണ്ട്. ഷിയാൻ ഈ സമയം ഇന്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കിയായിരുന്നു. അത് അവൾ അവനും അയച്ചു കൊടുത്തിരുന്നു. ഇന്റർവ്യൂവിന്റെ സമയവും അസിസ്റ്റന്റ് അവൻ അയച്ചു കൊടുക്കുന്നു. അവൻ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്നത്. അവൾ നല്ല പ്രതീക്ഷയോടെ ഇന്റർവ്യൂവിന് വേണ്ടി കൂടുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.